മെഡിക്കൽ നെഗ്ലിജൻസ്, അതായത് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പിഴവ്, അശ്രദ്ധയൊക്കെ തന്നെ അതുമൂലം എത്രയോ ആളുകൾ ജീവിച്ചു മരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കാണുന്നുമുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ സംഭവം അങ്ങേയറ്റത്തെ ഗുരുതരമായ ഒരു സംഭവമാണ്. ആറ്റുനോറ്റുണ്ടായ ഒരു കുഞ്ഞിന്, ആ കുഞ്ഞിൻ്റെ അവയവങ്ങളെല്ലാം തന്നെ വൈകല്യമായി മാറുമ്പോൾ ആ പിതാവിൻ്റെ വാക്കുകൾ, ആ അമ്മയുടെ വാക്കുകൾ, ഇനിയുള്ള അവരുടെ ദിവസങ്ങളിലെ ആശങ്ക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു സർക്കാർ ആതുരാലയത്തിലേക്ക് പാവപ്പെട്ടവർ, സാധാരണക്കാരൊക്കെ പോകുന്നത്. അവർക്കിതാണ് സ്ഥിതിയെങ്കിൽ തീർച്ചയായും ചികിത്സ നൽകേണ്ടത് ഇത്തരത്തിലുള്ള ഡോക്ടർമാർക്ക് തന്നെയാണ്. നടപടി ഉണ്ടാകണമെന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. കുഞ്ഞിൻ്റെ പിതാവ് അനീഷ് നമ്മോടൊപ്പം ചേരും. ഒപ്പം ഡോക്ടർ മണികുമാർ ശങ്കേസ് ലാബിൻ്റെ പ്രതിനിധിയാണ്. ഒപ്പം ആരോഗ്യരംഗത്ത് നിന്നും ഡോക്ടർ അനിതയും വിശകലനങ്ങളുമായി ചേരുകയാണ്. ഡോക്ടർ അനിത, ഈ സംഭവം എത്രത്തോളം ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കാണേണ്ടത്? കാരണം ഈ സ്കാനിങ് സെൻറ്ററിലേക്ക്, കാരണം ഇത്രയും ദിവസം 6-7 തവണ സ്കാനിങ് നടന്നിട്ടും ഇത്രയേറെ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ കണ്ടെത്താൻ ഈ സ്കാനിങ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. പരിശോധിച്ച 2 ഗൈനക്കോളജിസ്റ്റും കൈമലർത്തുകയാണ്. അപ്പോൾ അങ്ങോട്ടും പരസ്പരം പഴിചാരുകയാണ്. താങ്കൾ എന്താണ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്? ഇത് ആക്ച്വലി വളരെ ഒരു സങ്കടകരമായ അവസ്ഥയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 9 മാസവും ഒരുപാട് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്ത് ഒരുപാട് സ്കാനൊക്കെ ചെയ്ത് കുട്ടി ഉണ്ടാകുമ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യണ ഒരു സംഭവമാണ്. കാര്യം ശരിയാണ്. എന്നാലും നമ്മൾ ഒരു ഇമോഷണൽ ലെവലിൽ മാത്രം, വൈകാരികമായിട്ട് മാത്രം ചിന്തിക്കാതെ ഇതിനകത്തുള്ള കാര്യങ്ങൾ വിശകലനം കൂടെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു സ്കാൻ റിപ്പോർട്ട് കിട്ടുമ്പോൾ അതിനകത്തുള്ളൊരു ഫൈൻഡിങ് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വയറ് പരിശോധിച്ച് നോക്കുമ്പോഴും പേഷ്യൻറ്റിനെ പരിശോധിച്ച് നോക്കുമ്പോഴും നമുക്ക് ആ കുഞ്ഞിന് വളർച്ചയുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതിനെന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ഒന്ന്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്കാനിങ് വളരെയധികം ഡെവലപ്പ് ചെയ്തു ടെക്നോളജിക്കലി എങ്കിൽ പോലും പലപ്പോഴും ഒരു 100% കൃത്യത ഒരു സ്കാനിങ് വഴി നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ച് 2D സ്കാൻ ആയതുകൊണ്ട്. ഇതിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 3D 4D സ്കാനുകളുണ്ട്. പക്ഷെ അത് എല്ലായിടത്തും അവൈലബിൾ അല്ല. പലപ്പോഴും ചിലവ് കൂടുതലാണ്. അങ്ങനെയുള്ള പരിമിതികളുണ്ട്. അതും പോരാത്തതിന് ഈ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ, ഈ 2D സ്കാനിങ് ചെയ്യുമ്പോൾ അതിനകത്ത് കാണുന്നത് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈനായിട്ടാണ് കാണുന്നത്. നമ്മളൊരു സ്കെലിറ്റൽ സിസ്റ്റം, അതായത് അസ്ഥികളാണ് പ്രധാനമായിട്ട് കാണുന്നത്. സോഫ്റ്റ് ടിഷ്യൂസ്, അതായത് നമുക്ക് സ്കിന്ന്, മസിൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സ്കാനിങ്ങിൽ വളരെ ബുദ്ധിമുട്ടാണ്, കാണുക തന്നെ ഇല്ല. അപ്പോൾ പല അബ്നോർമാലിറ്റികളും, അതായത് വൈകല്യങ്ങളും സ്കാനിങ്ങിൽ കണ്ടെത്തണമെന്ന് നിർബന്ധമില്ല. പിന്നെ മൾട്ടിപ്പിളായിട്ടുള്ള പ്രോബ്ലംസ്, ഇത് ഈ കുട്ടിയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുള്ളത് സാധാരണ സ്കാനിങ്ങിൽ ഒരു 5-ാം മാസത്തെ സ്കാനിങ്ങിൽ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുഷ്പ എന്നൊരു ഗൈനക്കോളജിസ്റ്റാണ് നോക്കിയത്. ആ 2 മാസത്തെ ആ ഡോക്ടറുടെ വിശദീകരണം നോക്കുമ്പോൾ ആ സമയത്തേക്ക് എന്തായാലും സ്കാനിങ്ങിൽ കാര്യങ്ങൾ വ്യക്തമാകില്ല എന്ന് പറയുന്നു. ഇപ്പോൾ നമുക്ക് ഈ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്, കുഞ്ഞിനെ കാണുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ഈ ജനനേന്ദ്രിയം വല്ലാത്ത രീതിയിൽ മാറപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് ആ രീതിയിൽ അതിൻ്റെ ആ ഒരു വൈകല്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു ഇത്രയും 6-8 മാസം ആയിട്ടും, അല്ലെങ്കിൽ ആ സമയം ഇങ്ങനെ മാസങ്ങളോളം വളർച്ചയുടെ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലാത്ത ഒരവസ്ഥയാണോ സാധാരണഗതിയിൽ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ് ടിഷ്യൂസ് നമുക്ക് സ്കാനിങ്ങിൽ തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കെലിറ്റൽ ടിഷ്യൂസിൻ്റെ അബ്നോർമാലിറ്റി തിരിച്ചറിയാൻ എളുപ്പമാണ്. സോഫ്റ്റ് ടിഷ്യൂസ് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ 3D 4D സ്കാനിങ്ങിലാണെങ്കിൽ അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പലതരം ബ്ലഡ് ടെസ്റ്റുകളുണ്ട് സ്ക്രീൻ ചെയ്യാനായിട്ട്, അബ്നോർമാലിറ്റീസ് സ്ക്രീൻ ചെയ്യാൻ. അപ്പോൾ ഈ 3 മന്ത്സിന് മുമ്പ് തന്നെ ഡബിൾ മാർക്കർ, ട്രിപ്പിൾ മാർക്കർ, അല്ലെങ്കിൽ NIPT ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ഉള്ളതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഓഫർ ചെയ്താലും പേഷ്യൻ്റ് ചെയ്യാറില്ല. പിന്നെ എല്ലാ ഹോസ്പിറ്റലിലും ഓഫർ ചെയ്യണം നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾ സ്കാനിങ്ങും കമ്പൈൻ ചെയ്യാണ്, രണ്ടും കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അബ്നോർമാലിറ്റി പിക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമാണ്. പിന്നെ ഈ 5-ാം മാസത്തിലെ സ്കാനിങ്ങിൽ നമ്മൾ അബ്നോർമാലിറ്റി
നോക്കുമ്പോൾ 20 ആഴ്ച 20 വീക്ക് സ്കാനാണ്. 22 തൊട്ട് 24 ആഴ്ച വരെയാണ് കാർഡിയാക് പ്രോബ്ലംസ് ക്ലിയർ ആയിട്ട് കാണുന്നത്. അപ്പോൾ പലപ്പോഴും 20 വീക്സിൽ കാർഡിയാക്ക് ചിലപ്പോൾ മിസ്സായി പോകാൻ സാധ്യത അവിടെ ഉണ്ട്. പിന്നെ ഈ 22-24 വീക്സ് ആകുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈവൺ അബ്നോർമാലിറ്റി കണ്ടുപിടിച്ചാലും നമ്മുടെ നാട്ടിൽ ലീഗലി ടെർമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പീരീഡ് ഓൾറെഡി അവിടെ കഴിഞ്ഞു പോവുകയാണ്. അപ്പം അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. പിന്നെ 5 മാസത്തിന് മുമ്പ് എന്തുകൊണ്ട് നേരത്തെ കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് 5 മാസത്തിന് മുമ്പ് ഈ കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ സ്കാനിങ്ങിൽ തിരിച്ചറിയാൻ അത്ര ഡെവലപ്പ് ആയിട്ടില്ല. ഡോക്ടർ മണികുമാർ റെഡി ആയിട്ടുണ്ട്, മടങ്ങിയെത്താം. ഡോക്ടർ അനിത മണികുമാർ സംഗീസ് ലാബിന്റെ പ്രതിനിധിയാണ്. ഡോക്ടർ, ഇവിടെ അവസാനത്തെ 4 മാസം ഈ അമ്മയുടെ സ്കാനിങ് നടത്തിയത് നിങ്ങളുടെ സ്ഥാപനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ? കാരണം ആശുപത്രിയിൽ നിന്നും ഗൈനക്കോളജിസ്റ്റിൻ്റെ ഏറ്റവും ഒടുവിലായി 2 ഗൈനക്കോളജിസ്റ്റും പറയുന്നത് ഒരു തരത്തിലും അവർക്കിത് ഡിക്റ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ അത് കഴിയില്ല. കാരണം ഇതിൻ്റെ ഉത്തരവാദിത്വം വരുന്നത് ആ സ്കാനിങ് നടത്തിയ സ്ഥാപനത്തിലാണ്, ആ സ്കാനിങ് നടത്തിയ ഇടത്താണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ പിഴവ് പറ്റിയത്? ഡോക്ടർ, ഓഡിയോ മ്യൂട്ടാണെന്ന് തോന്നുന്നു. അത് പരിഹരിച്ച ശേഷം ഞാൻ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് ഡോക്ടർ അതാണ് ഞാൻ കടന്നു വരുന്നത്. ഞാൻ അതിലോട്ടാണ് കടന്നു വരുന്നത്. അതായത് 5-ാം മാസം കഴിഞ്ഞ് 7-ാം മാസവും 8-ാം മാസവും എല്ലാം നമ്മുടെ ലാബിൽ തന്നെയാണ് ചെയ്തത്. അതിൻ്റെ അകത്ത് 2D അനോമലിയാണ് നമ്മുടെ ലാബിൽ ചെയ്തത്. നേരത്തെ നമ്മുടെ ഡോക്ടർ അനിത പറഞ്ഞ പോലെ 2Dയിലൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വ്യക്തമായി ഡോക്ടർ എബിൻ തമ്പി ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഫ്ലൂയിഡിന്റെ അംശം കൂടുതലാണ് എന്നുള്ള കാര്യം. അപ്പൊ പിന്നെ അത് വെച്ചിട്ട് അടുത്ത ലെവൽ ഓഫ് എന്തെങ്കിലും ഒക്കെ നോക്കുക എന്നുള്ള അല്ലാതെ നമ്മുടെ ലാബിൽ അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ തുറന്ന് പറയേണ്ടി വരും. സത്യത്തിൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. റിപ്പോർട്ടിൽ നമ്മൾ വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ഈ റിപ്പോർട്ടിൽ ഒപ്പിട്ട ഡോക്ടർ തന്നെയാണോ ഈ സ്കാനിങ് നടത്തിയത്? ഡോക്ടറുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ? കാരണം ഡോക്ടറുടെ സാന്നിധ്യം ഇല്ലായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിലും രഹസ്യ റിപ്പോർട്ടും പറയപ്പെടുന്നത്. അല്ല, 100% അത് തെറ്റാണ്. കാരണം നമ്മുടെ ഇത് ഹലോ കേൾക്കാമോ? ഹലോ ഹലോ നമ്മള് 100% ഇത് നമ്മുടെ ലാബ് മാത്രമല്ല, വേറെ ലാബ് ഇതിന്റെ അകത്ത് മിംഗ്ലിംഗ് ആണ്. ഇതിന്റെ അകത്ത് നമ്മുടെ ലാബിൽ 101% ഇവിടെ വന്നിരിക്കുന്നത് ഡോക്ടർ തന്നെയാണ്. ഇന്നേ വരെ ഡോക്ടർ അല്ലാതെ വേറെ ആരും ഇവിടെ സ്കാനിങ് ചെയ്യുന്നില്ല. ഞാനത് വ്യക്തമായി തന്നെ പറയുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്നത് 2-2.5 വർഷമായിട്ട് ഡോക്ടർ എബിൻ തമ്പി തന്നെയാണ് ഫുൾ ടൈം റേഡിയോളജിസ്റ്റ് ആയിട്ട് ഈ സെന്ററിലുള്ളത്. എല്ലാ ദിവസവും ഈ ഡോക്ടർ തന്നെയാണ് സ്കാൻ ചെയ്യുന്നത്. ഈ പറയുന്ന കുട്ടിയുടെ അമ്മയും തീർച്ചപ്പെടുത്തി പറയുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ, ഈ പറയുന്നത് പോലെ ഒരേ ഡോക്ടർ തന്നെയാണ് എന്നെ എപ്പോഴും സ്ഥിരമായി ചെയ്തിരുന്നതെന്നും പറയുന്നുണ്ട്. ഡോക്ടർ അല്ലാതെ 100% ഒരു വേറൊരു വ്യക്തിക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഡോക്ടർ മണികുമാർ, അതായത് ഈ ഫ്ലൂയിഡ് കൂടുതൽ വരുമ്പോൾ സ്വാഭാവികമായും അതൊരു നെഗറ്റീവ് സിഗ്നലായി കാണാം. അപ്പോൾ വളരെ കുറച്ചുകൂടി നമുക്ക് അതിനകത്ത് സൂക്ഷ്മമായിട്ട് അതിൻ്റെ പരിശോധനയിലേക്ക് പോകേണ്ട ഒരു സന്ദർഭമുണ്ട്. അത് തീർച്ചയായും ഡോക്ടറുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം. കാരണം ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയും വേണം. അങ്ങനെയൊക്കെ കൃത്യമായിട്ട് അവർക്കൊരു ഈ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടോ? കാരണം ഗൗരവമേറിയ ഒരു വിഷയമാണിത്. കുഞ്ഞിനിങ്ങനെ സംഭവിക്കാൻ പോകുന്ന സാധ്യതകളൊക്കെ അതിൻ്റെ സൂചനകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവോ? അല്ല, തീർച്ചയായിട്ടും. കാരണം ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ എബിൻ തമ്പീരു ഈ പറയുന്ന അമ്മയോട് തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വല്ല ഡയബറ്റിക് ഉണ്ടോ, എന്തെങ്കിലും വേറെ വല്ല രീതിയിലുള്ളതൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഡോക്ടർ ഒരുപാട് ഇത് പിന്നെയും 2D നല്ല രീതിയിൽ ചെയ്തു, ഒന്നുകൂടെ ഒന്ന് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് ചെയ്തു എന്നാണ് ഡോക്ടർ എബിൻ തമ്പി എന്നോട് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ, കുഞ്ഞിന് നമ്മൾ നോക്കിയാൽ കൈയുണ്ടോ എന്ന് ചോദിച്ചാൽ കൈയുണ്ട്, കാലുണ്ടോ എന്ന് ചോദിച്ചാൽ കാലുണ്ട്, എല്ലാ ഓർഗൻസും ഉണ്ട്. പക്ഷെ ഈ പറയുന്ന എല്ലാ ഓർഗൻസും നമുക്ക് കാണാൻ സാധിക്കുന്നത് 2Dയിൽ ഒരു പരിമിതിയുണ്ട് ഇതൊക്കെ നോക്കുന്നതിന്. പക്ഷെ ഈ വിരലുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് ഗുരുതര വീഴ്ചയായിട്ട് വരിക. ഇതിനകത്ത് വിരലുകളൊക്കെ വേണ്ട എല്ലാം ഉണ്ട്. പക്ഷെ അത് ഈ സോഫ്റ്റ് ടിഷ്യൂ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, സോഫ്റ്റ് ടിഷ്യൂ എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് നല്ല ക്ലിയർ ആയിട്ട് ലഭിക്കില്ല. അതിൻ്റെ അകത്ത് ഒരു പരിമിതി ഉണ്ടെന്നുള്ള കാര്യം ഡോക്ടർ റേഡിയോളജിസ്റ്റ് പറഞ്ഞായിരുന്നല്ലോ.
ഈ കാര്യങ്ങൾ കൃത്യമായും ഇവരെ ബോധ്യപ്പെടുത്തിയോ? അപ്പോൾ പിന്നീട് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടക്കേണ്ടതും, അല്ലെങ്കിൽ ആ ആശുപത്രി നിങ്ങൾ പറയുന്നത് ബാക്കി ഡോക്ടർമാരാണ് ചെയ്യേണ്ടത്, ഡോക്ടറുടെ റോളാണ് അവിടെ പ്രധാനപ്പെട്ടത് എന്നാണോ? ലാബിനെ സംബന്ധിച്ചോളം താങ്കളിത് പഠിച്ചപ്പോൾ അല്ലെങ്കിൽ പിന്നീട് മനസ്സിലാക്കിയപ്പോഴൊക്കെ അറിയാൻ കഴിയുന്നത്? അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോ ഒരു പേഷ്യന്റ് വരുമ്പോൾ ഒരു ഡോക്ടർ റെഫർ ചെയ്ത കേസേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഡോക്ടർ റെഫർ ചെയ്ത് വിട്ടത് 2D അനോമലി ആണ്. നമ്മളിവിടെ 2D അനോമലി ചെയ്തിട്ടുണ്ട്. ആ 2D അനോമലിയിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ഫ്ലൂയിഡ് കൂടുതലുണ്ടെന്നുള്ള കാര്യം. ഇതിന് ആന്തരികമായി എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. കാരണം പുറമേ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സ്കാനിങ്ങിൽ വ്യക്തമായി കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും അതിന്റെ നമ്മുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതുണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇത്രയും മാത്രം ഫ്ലൂയിഡുകൾ ഉണ്ടെന്ന്. അപ്പോൾ അടുത്ത ലെവൽ ഓഫ് ഇത് കണ്ടുപിടിക്കേണ്ടത് അടുത്ത ലെവൽ ഓഫ് ഇതാണ്. അതിന് കുറെ ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, കുറെ ഈ പറയുന്ന അനോമലി, അനിപ്ലോയിഡീസ്, മോളിക്കുലർ ഡിറ്റക്ഷൻ ഒക്കെ അവൈലബിൾ ആണ് ആക്ച്വലി. പക്ഷെ അതൊക്കെ ഈ ഗവൺമെന്റ് നാല് തവണയാണ് സ്കാനിങ് അവിടെ നടന്നത്. ഏറ്റവും അവസാനത്തെ സ്കാനിങ് അവിടെയാണ് നടന്നത്. അപ്പോൾ ഈ ഏറ്റക്കുറച്ചിലുകൾ, അപ്പോൾ നിങ്ങൾക്കൊരു സൂചന ലഭിക്കുന്നു. പിന്നീട് പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, അതിന്റെ അനുബന്ധിച്ച് അതിന്റെ റിപ്പോർട്ട്, ഇതൊക്കെ താങ്കളോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നിങ്ങളുടെ ഈ ലാബ് അതൊക്കെ പരിശോധിച്ചിരുന്നോ ബന്ധപ്പെട്ടവർ? ഇല്ല, കാരണം എന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു റെഫറൽ ഡോക്ടർ എന്ത് കുറിച്ച് വിടുന്നു അത് ചെയ്യാനുള്ള റൈറ്റ്സ് അല്ലേ ഒരു സ്റ്റാൻഡേർഡ് ലബോറട്ടറിക്ക് ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ വന്നിരുന്ന ടെസ്റ്റുകളെല്ലാം, നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾ ഒന്നും തന്നെ നമ്മൾ ഇവിടെ ചെയ്തിട്ടില്ല. ഇവരെ ചെയ്തിരിക്കുന്നത് വേറെയുള്ള ടെസ്റ്റുകളൊക്കെയാണ്. അല്ലാതെ ഈ പറയുന്ന കുട്ടിയുടെ അനോമലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെസ്റ്റുകൾ, ബയോകെമിസ്ട്രി ടെസ്റ്റ് ആയിക്കോട്ടെ, ലാബ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഒന്നും തന്നെ ഇവിടെ ചെയ്തു പറ്റില്ല. ഈ ആശുപത്രി അധികൃതർ, ഈ പറയുന്ന ആരോപണ വിധേയരായ ഡോക്ടർമാർ, ഇവരൊക്കെ പറയുന്നത് നിങ്ങൾക്കാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്നാണ്. ഇല്ല, അങ്ങനെ നമുക്ക് റോൾ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം സ്കാനിങ്ങിന് കുറിച്ച് വിടുന്നത്. ഇപ്പൊ 3D 4D കുറിച്ച് വിട്ടിരുന്നു, നമ്മളപ്പോ അത് ചെയ്തു കൊടുത്തിരിക്കുന്നെങ്കിൽ അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ഒരു ഗുരുതരമായ വീഴ്ചയാണ്. അതിലിങ്ങനെ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരിക്കും ഒരു പരിധി വരെ. പക്ഷെ നമുക്ക് ഇവിടെ വന്നിരുന്ന പ്രിസ്ക്രിപ്ഷൻ 2D അനോമലിയാണ്. നമ്മൾ ആ 2D അനോമലിയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് ഫ്ലൂയിഡ് കൂടുതലുണ്ടെന്നുള്ള കാര്യം. പിന്നെ മേജർ അനോമലീസ് ഒന്നും കാണുന്നില്ല എന്നും ഡോക്ടർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാര്യം മേജർ അനോമലീസ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് ഈ വിരലുകൾ മുറിഞ്ഞിരിക്കുന്നു, വിരലുകളില്ല, കാലിന്റെ കാൽപാദങ്ങളില്ല, മൂക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം അതായത് ഇതൊക്കെ നിങ്ങളെ ഈ പറയുന്ന പേരൻസിനെ, ആ കുട്ടിയെ അല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ അമ്മയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അവരോട് പറഞ്ഞിരുന്നു. ഇവര് പറഞ്ഞില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു. പിന്നെ ഇതിലപ്പുറം ഒരു റോളില്ല. റേഡിയോളജിസ്റ്റ് ഇത് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. അനീഷ്, കുഞ്ഞിന്റെ പിതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനീഷ്, ഇപ്പോൾ ശങ്കേഴ്സ് ലാബിലെ ഡോക്ടറുടെ പ്രതികരണമാണ് കേട്ടത്. കാരണം അവർക്ക് ഇതിനകത്ത് കാര്യമായ റോളൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവസാനത്തെ 4 സ്കാനിങ് നടത്തിയത് ഈ സെന്ററിലാണ്. മാത്രമല്ല ഈ റേഡിയോളജിസ്റ്റ് നിങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്താണ് ഈ ഫ്ലൂയിഡ്, 7ാം മാസം ഈ ഫ്ലൂയിഡിൻ്റെ അളവ് ഇങ്ങനെ കൂടുമ്പോഴുണ്ടാകുന്ന ചില ദുസൂചനകൾ, അത് സംബന്ധിച്ച് അതിൻ്റെ കാരണങ്ങളൊക്കെ അറിഞ്ഞു, പ്രോപ്പറായിട്ട് നിങ്ങളോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. എവിടെയാണ് പിഴവെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സാറ് അവിടെ പിന്നെ ശങ്കേഴ്സ് ലാബിൽ CCTV ഉള്ളതാണ്. ഞങ്ങൾ ശങ്കേഴ്സ് ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ലാബിൽ റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്ക് ചീട്ട് കൊടുക്കുന്നു, ചീട്ട് കൊടുത്തു മേടിച്ചു, പൈസ അടയ്ക്കുന്നു, പേര് വിളിക്കുന്നു, സ്കാൻ ചെയ്യുന്നു, റിസൾട്ട് മേടിക്കുന്നു, തിരിച്ചു വരുന്നു. ഈ ഒരു ഡോക്ടറെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഈ ഡോക്ടറെ കണ്ടിട്ടുണ്ടെന്ന് ഡോക്ടർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നതിന്റെ അവസാനം മാത്രമേ ഞാൻ കേട്ടുള്ളൂ. പക്ഷേ സാറ് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സ്കാൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, അത് എന്തിനാണ് ആ സ്കാൻ ഡോക്ടർ പറഞ്ഞത്, ആ പറഞ്ഞ ഡോക്ടർ ചെയ്തിരിക്കുന്ന സ്കാനിൽ എന്തൊക്കെയാണ് അവയവങ്ങൾ കാണിക്കേണ്ടത്, ഏത് അവയവമാണ് വളരേണ്ടത്, ഏത് അവയവമാണ് വളരാത്തത്, ഇതെല്ലാം മെൻഷൻ ചെയ്യാൻ വേണ്ടിയുള്ള സ്കാൻ അല്ലേ സാർ? ഈ സ്കാന് സാറ് നിസ്സഹായനാണ് എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റത്തില്ല ഈ കേസിൽ നിന്ന്. നിലവില് ഈ സ്കാൻ ചെയ്തിട്ട് ആ സ്കാന്റെ റിപ്പോർട്ടിനകത്ത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടോ സാർ? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സാർ. ഞാൻ MBBS ഒന്നും അല്ല, സാധാരണക്കാരനാണ്. ഈ സാധാരണക്കാരനായ ഞാൻ
സാധാരണക്കാരനായ എനിക്ക് ഇത് മനസ്സിലാകത്തില്ല. ഒരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ആയ ഷേർലി മാഡം എഴുതിയിരിക്കുന്ന ഡോക്ടറിന്റെ ചീട്ടുമായിട്ട് സ്കാൻ ചെയ്യാനായിട്ട് ഷങ്കേഴ്സ് ലാബിൽ ചെല്ലുന്നു. ഷങ്കേഴ്സ് ലാബിൽ നിന്ന് സ്കാൻ ചെയ്ത റിപ്പോർട്ട് തരുന്നു. നേരെ ഷേർലി മാഡത്തെ കൊണ്ട് കാണിക്കുന്നു. ഷേർലി മാഡം പറയുന്നു നോർമൽ, റെസ്റ്റ് എടുത്താൽ മതി, ബാക്കി ഒന്നും പേടിക്കണ്ട, എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മെഡിക്കൽ സയൻസിൽ ഇത്രയും ടെക്നോളജി ഉള്ള ഈ കാലഘട്ടത്തിൽ ഞാൻ എന്താണ് ഇതിനകത്ത് നിന്ന് വിശ്വസിക്കേണ്ടത്, അല്ലെ എന്താണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്? അതാണ് ശ്രീ ഡോക്ടർ മണികുമാർ. അങ്ങനെ ശങ്കേഴ്സ് ലാബിൽ നിന്ന് ഒഴിയരുത് സാർ. സാറിന്റെ ഭാഗത്തു നിന്ന് അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മറുപടി പറയണം. ഞാൻ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്, എനിക്കറിയത്തില്ല ഈ സ്കാൻ ചെയ്യുന്ന എന്തിനാണ്. ഡോക്ടർ പറയുന്നു. അനീഷ് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് കേൾക്കട്ടെ. അനീഷ്, ആദ്യമായി തന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ സ്കാൻ ചെയ്തിരിക്കുന്നത് 2D അനോമലിയാണ്. 2D അനോമലിക്കകത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും അത് സാറ് രാവിലെ എന്നോട് പറഞ്ഞ് 2D ചെയ്തെങ്കിൽ 2Dയിൽ വ്യക്തമായില്ലെങ്കിൽ സാറ് മെൻഷൻ ചെയ്യണം, അത് 3D ആക്കണം അല്ലെങ്കിൽ 4D ആക്കണം. കുഞ്ഞിന്റെ വ്യക്തത ഇല്ല. അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ് സാർ. ഞാനാണ് അത് ചെയ്യേണ്ടത്. ഞാൻ സാറിനോട് പറയണ സാറിന് വ്യക്തമായില്ലെങ്കിൽ ഒന്ന് 3D ആക്ക്, 4D ആക്ക് എന്ന് സാറാണ് പറയേണ്ടത്. സാർ എനിക്ക് പറഞ്ഞു തരണം, അനീഷേ 2Dയിൽ വ്യക്തമല്ല നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യങ്ങളൊന്നും, അതുകൊണ്ട് നിങ്ങൾ വേറെ 3Dയോ 4Dയോ എടുക്കണം. ഇത് ഏതൊരാൾ കേട്ടാലും പറയുന്ന കാര്യങ്ങളെല്ലാം ഞാനും ചോദിക്കുന്നുള്ളൂ സാറിനോട്. സാർ ചോദ്യം മറുപടി പറ. ചോദ്യം ക്ലിയർ ആണ്. ഇതിന്റെ അകത്ത് നമുക്ക് ഒരു അതാണ് പറയുന്നത്. എടുത്ത് പറയട്ടെ. ഒരു റഫറൽ ഡോക്ടർ കുറിച്ച് വിടുന്നതല്ലേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആ കുറിച്ച് വിട്ടതിൻ്റെ അകത്ത് നമ്മൾ വ്യക്തമായി എഴുതിയിട്ടുണ്ടല്ലോ 2D അനോമലി ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഇതേപോലെ ഫ്ലൂയിഡുകൾ ഒരുപാട് കാണുന്നുണ്ട്. അതിന്റെ ഡോക്ടർ മണികുമാർ, അതൊരു ദുസൂചനയാണ്. അപ്പോൾ അതിൽ പ്രോപ്പറായിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടോ ആ പേപ്പറിൽ? ഈ കൈമാറ്റം അങ്ങനെ ഒരു കൈമാറ്റം അല്ല, അങ്ങനെ ഇല്ല സാറേ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ, നമ്മുടെ അനിത മാഡം പറഞ്ഞതുപോലെ, അതിൻ്റെ അകത്ത് നമുക്ക് ഈ 2D അനോമലിക്കകത്ത് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് വ്യക്തമായി കൈയുണ്ടോ എന്ന് ചോദിച്ചാൽ സാറിന് വ്യക്തമാകാത്ത സ്കാനിങ് എന്തുകൊണ്ട് സാർ അതിന് റിപ്പോർട്ട് തന്നു? വ്യക്തമല്ലെന്നല്ല അനീഷ, അതിന്റെ അകത്ത് എല്ലാം വ്യക്തമാണ്. അതിന്റെ അകത്ത് ഒരു കാര്യം നമ്മൾ എടുത്തു പറയുന്നുണ്ട്, നമ്മൾ അതിന്റെ അകത്ത് വേറെ മേജർ അനോമലീസ് ഒന്നും തന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞു പറയുന്നുണ്ടല്ലോ. ഫ്ലൂഡ് കൂടിയത് എന്താണ് സാറെന്ന് പറഞ്ഞത്? ഫ്ലൂഡ് കൂടിയെന്ന് പറയുന്ന വിഷയം എന്താണ് സാറെന്ന് പറ. എന്റെ ഇവിടെ ടെസ്റ്റിങ്ങിന് വന്നത് 5-ാം മാസവും 7-ാം മാസവും 8-ാം മാസവും എന്നാണ് എന്റെ അറിവ്. എനിക്കറിയില്ല അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പൊ ഈ പറയുന്ന 5-ാം മാസത്തില് ഫ്ലൂയിഡ് കൂടിയിട്ടില്ലായിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. സാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാർ ഇനി ആർക്കും ഇങ്ങനെയുള്ളൊരു റിപ്പോർട്ട് കൊടുക്കരുത്. തീർച്ചയായും അത് അനീഷ്, ഡോക്ടർമാരുടെ സാന്നിധ്യം ഏറ്റവും തുടക്കവും ഒടുക്കവും ഒക്കെ നിങ്ങൾ ഈ ചെല്ലുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നോ? പ്രോപ്പറായിട്ട് അവരുടെ പരിശോധനയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും വീഴ്ചകൾ നിങ്ങൾക്ക് ആരോപണമായി ഉന്നയിക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. ഡോക്ടറെ കൺസൾട്ട് അവിടെ ചെല്ലുന്ന നമ്മൾ, ഞാൻ നേരത്തെയും പറഞ്ഞു, പേയ്മെന്റ് കൊടുക്കുക, ചീട്ട് കൊടുക്കുക, പേയ്മെന്റ് കൊടുക്കുക, വെയിറ്റ് ചെയ്യുക, പേര് വിളിക്കും, അകത്തോട്ട് കയറുക, സ്കാൻ ചെയ്യുക, തിരിച്ചു വരിക, എന്നിട്ട് സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് പോരുക. ഇതാണ് അവിടെ നടക്കുന്ന ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. ഈ സ്ഥാപനത്തിൽ CCTV വിഷ്വൽ ഉള്ളതാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാൻ കള്ളം പറയുന്നതല്ല. ഏതൊരു സ്കാനിങ് സെന്ററിനെ കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കാനിങ് സെന്ററാണ് ഷങ്കേഴ്സ്. ആ ഷങ്കേഴ്സ് ലാബിൽ CCTV ഉണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ അവിടെ റെക്കോർഡും ആയിരിക്കും. അതുകൊണ്ട് സാറ് അത് പരിശോധിക്കുക. ഏതെങ്കിലും വിധത്തിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഡോക്ടർ വന്ന് ഞങ്ങളോട് പറയുന്നു, ഇല്ലെങ്കിൽ ഒരു ഡോക്ടർ ഞങ്ങളെ വിളിച്ചോണ്ട് പോയി സ്കാൻ ചെയ്യുന്നു, ഇല്ലെങ്കിൽ റിപ്പോർട്ടുമായിട്ട് ഡോക്ടർ വന്നിട്ട് പറയുന്നു അനീഷ് ഇത് പ്രശ്നമാണല്ലോ അനീഷ് എന്ന് പറയും. അങ്ങനെ ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്കാനിങ് സെന്ററിൽ CCTV ഉണ്ട്, പരിശോധിച്ചോ? അല്ല, സ്കാനിങ് സെന്ററിൽ CCTV ഉണ്ട്, പക്ഷെ ഈ പറയുന്ന സ്കാനിങ് റൂമിന്റെ അകത്ത് CCTV ഇല്ല. സ്കാനിങ് റൂമിന്റെ അകത്ത് വെച്ചാണ് ഡോക്ടർ എബിൻ തമ്പിയാണ് ഈ പറയുന്ന സ്കാൻ ചെയ്തത്. നമ്മളെ വിളിച്ചോണ്ട് പോകത്തില്ല സ്കാൻ ചെയ്യാൻ. ഡോക്ടർ തന്നെ ആണോ ചെയ്തതെന്ന് ഞങ്ങൾക്കും അറിയില്ല.
അല്ല, അത് അന്വേഷിക്കട്ടെ. അത് അന്വേഷണത്തിനാണല്ലോ എനിക്കറിയില്ല. ഓഫീസും തീർച്ചയായും അത് കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമല്ലോ. ശ്രീ അനീഷ് ഡോക്ടർ പുഷ്പ പറയുന്ന ആദ്യത്തെ 2 മാസമാണ്. അല്ല നിങ്ങൾ ഒരു പിതാവിനും അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ പോലും ഇത്തരം ദുർഗതികൾ ഉണ്ടാകാൻ പാടില്ല. പ്രോപ്പറായിട്ട് അന്വേഷണം വേണം. ഈ കുഞ്ഞിന് ആവശ്യമെങ്കിൽ വേണ്ടുന്ന വിദഗ്ധ ചികിത്സ നൽകാൻ ഈ സമൂഹവും ഈ സർക്കാരും ഒക്കെ തന്നെ പ്രതിജ്ഞാബദ്ധമാണ് എന്നതാണ് നമ്മൾ എടുത്ത് പോയിന്റായി പറയുന്നത്. ഒരു കാര്യം, ഈ ഡോക്ടർ പുഷ്പ പറയുന്നത് എന്താണ്, ആദ്യത്തെ 2 മാസത്തെ നോക്കുമ്പോൾ ചികിത്സിച്ച ഡോക്ടറാണ് അവർ കൈമലർത്തുന്നത്. കാരണം ആദ്യത്തെ 2 മാസം തെളിയില്ല പ്രോപ്പറായിട്ട്. പിന്നീട് വന്ന ഡോക്ടർ ഷെർലിയും പറയുന്നത് എന്താണ്, അവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റില്ല, അവർ നിസ്സഹായാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുക്കണ്ടേ? അവരുടെ സ്കാനിങ്ങിന്റെ ഭാഗത്തു നിന്നും തെറ്റില്ല. കുഞ്ഞിങ്ങനെ ജനിച്ചത് ഞാനാണ് സാറേ അത് പറയേണ്ടത്. അതല്ല അനീഷ്, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കുന്നില്ല. അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കുന്നില്ല. ഞാൻ പറയുന്ന ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാർ അല്ല, നമ്മളെ സപ്പോളം അനീഷ് സാറിന്റെ ഭാഗത്ത് അനീഷ് അതല്ല അനീഷ്, ഇവിടെ നിങ്ങൾക്ക് 2D സ്കാൻ ചെയ്യാൻ ഇവിടെ സ്കാൻ ചെയ്ത് നമ്മൾ അതിന്റെ അകത്ത് 3D 4D എടുക്കാൻ സാറ് മെൻഷൻ ചെയ്യണമായിരുന്നു. അല്ല, അത് നമ്മൾ ചെയ്തിട്ടില്ല അനീഷ്. അങ്ങനെ ഒരു ഡോക്ടർ അങ്ങനെ മെൻഷൻ ചെയ്യാറില്ല. അടുത്ത ലെവലോ എന്ത് വേണമെന്ന് ആലോചിക്കുന്നത് അനീഷ് ചോദിച്ച ഒറ്റ ചോദ്യമേ ഈ ഫ്ലൂയിഡ് കൂടുമ്പോൾ സ്വാഭാവികമായും അതൊരു ദുസൂചനയാണ്. അപ്പോൾ കണ്ടീഷൻ മോശാവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് നിങ്ങൾ എന്തായാലും 2D ആണ് ചെയ്തത്. അപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു പരിശോധനയ്ക്ക് ഈ പറയുന്ന ഡോക്ടർക്ക് റെഫർ ചെയ്തോ, നിങ്ങൾക്ക് ഈ പ്രോപ്പറായിട്ട് ഇക്കാര്യങ്ങൾ നിങ്ങൾ ഈ കുടുംബത്തെ അറിയിച്ചോ? ഈ വന്നിരിക്കുന്ന ഈ ലേഡിയെ അല്ലെങ്കിൽ ഈ യുവതിയെ, പ്രസവത്തിനായി എത്തുന്ന ആ പെൺകുട്ടിയെ, ആ സ്ത്രീയെ അറിയിച്ചുവോ ഇതിന്റെ ഇങ്ങനെയാണ് കാര്യങ്ങൾ? കൂടെ ഒരാളുണ്ടാവുമല്ലോ, ബൈസ്റ്റാൻഡർ ഉണ്ടാവുമല്ലോ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഒരു ലാബിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഒരു പേപ്പർ വന്ന് അതിനകത്ത് ബ്ലഡ് ടെസ്റ്റ് നടത്തി വിടുകയല്ലല്ലോ. ഇത്രയും കണ്ടീഷൻ മോശമാകുമ്പോൾ ഇവരെ വിളിച്ച് പറയാമല്ലോ അനീഷിനോട്, ഇങ്ങനെയൊക്കെയാണ് കണ്ടീഷൻസ്. അതുണ്ടായിട്ടുണ്ടോ? അതല്ല സാറേ, ഇതിൻ്റെ അകത്തുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം എത്രയോ പേര് സ്കാനിങ്ങിന് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നതാണ്. നമ്മൾ ഇവിടെ ചെയ്തത് ഡോക്ടർ തന്നെയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ അനോമലി സ്കാനിൽ വരുന്ന വ്യതിയാനങ്ങൾ നമ്മൾ സൂചനയോട് കൂടി അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ളത് ചെയ്യുന്നത് ആ കൺസൾട്ടന്റ് ഡോക്ടറാണ്. ഏത് ഡോക്ടറാണോ, ഗൈനക്കോളജിസ്റ്റോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ. അല്ല, അത് അവർക്ക് നമ്മൾ അതല്ല അതിൻ്റെ അകത്ത് വ്യക്തമായി എഴുതിയിരിക്കുന്നത്. ഫ്ലൂയിഡ് കൂടുതലാണെന്നുള്ള കാര്യം വ്യക്തമായി അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നതിന്റെ കാരണം അതാണ് അനീഷേ. അനീഷിന്റെ ബുദ്ധിമുട്ടും വിഷമവും എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്റെ ഒരു ഫ്ലൂയിഡ് കൂടുതലാണ്, അല്ല, അത് അതിനെപ്പറ്റി പറയാനോ അതിനെ പറയാൻ ഞാനല്ലല്ലോ. ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ല അനീഷേ, നമ്മള് സത്യം പറഞ്ഞ നേരത്തെ റേഡിയോളജിസ്റ്റ് പറഞ്ഞ പോലെ 7-ാം മാസമാണ് നമുക്ക് ഇതിനുള്ള ഇത് കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ച ശേഷം കുഞ്ഞിനെ ഭ്രൂണഹത്യ ചെയ്യാൻ ഇവിടെ നിയമം അനുവദിക്കുന്നില്ല ഇന്ത്യയിൽ. അപ്പൊ വർത്തമാനത്തിന് എന്നെ വിളിക്കല്ലേ സാറേ. ഇത്രയും മനസ്സും ശരീരവും എല്ലാം തകർന്നു നിൽക്കുന്ന അല്ല, അത് ആ വിഷമം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അനീഷിനോട് പറയുന്നത്. അനീഷെ, ആ ഒരു ബുദ്ധിമുട്ട് മണികുമാർ ഇനി ആ കുഞ്ഞിനെ അല്ല ഞാൻ ചോദിക്കട്ടെ, അങ്ങ് ഒരു ഡോക്ടർ കൂടിയാണല്ലോ. ആ കുഞ്ഞിന്റെ അവസ്ഥയാണ്, ആ കുഞ്ഞിന്റെ അവസ്ഥ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ആശുപത്രിയിലേക്കായാലും ലാബിലേക്കായാലും ഒക്കെ പറഞ്ഞ് അത് വിവരിക്കേണ്ടതില്ല. ഈ കുഞ്ഞിനി സാധ്യമായി നമുക്കിനി സംഭവിച്ചു, വലിയ പിഴവാണ്. അതിലേക്ക് അന്വേഷണം ഉണ്ടാകണം, നടപടി ഉണ്ടാകണം, അത് കേസുമായിട്ടൊക്കെ സഹകരിക്കണം. പക്ഷേ ഈ കുഞ്ഞിന് നമുക്കിനി എന്തെങ്കിലും വിദഗ്ധ ചികിത്സ നൽകാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? അല്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. ഒരു കാര്യം വ്യക്തമാണ്, അതായത് നമ്മൾ ഇവിടുന്ന് സ്കാൻ ചെയ്തു, അതിന് റിപ്പോർട്ട് കൊടുത്തതിൽ യാതൊരുവിധ പാകപ്പിഴയും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനല്ലല്ലോ. കാരണം ഇത് ഞാൻ എന്ത് പറയാനാണ്? കാരണം ഞാനൊരു സ്ഥാപനം നടത്തുന്നു. ആ സ്ഥാപനത്തില് ആലപ്പുഴ ജില്ലയിൽ ഒരേ ഒരു NABL അക്രഡിറ്റഡ് ലാബ് നമ്മുടെ ലാബറട്ടറിയാണ്. 33 വർഷമായിട്ട് നടത്തുന്നതാണ്. ആരോഗ്യരംഗം വളരെ പുരോഗതിയിലാണെന്ന്. അല്ല, ആരോഗ്യരംഗം പുരോഗതിയാണ്, പക്ഷെ അതനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്താലല്ലേ നമുക്ക് അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്റെ വൈഫിന് 3D ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയണ. 3D ടെസ്റ്റ് അത് ഡോക്ടർ വേണം പറയാൻ. ഏത് ഡോക്ടറാണോ പറയേണ്ടത് ആ ഡോക്ടർ വേണം പറയാൻ.
അനീഷല്ല പറയേണ്ടത്, അത് ഞാനും അല്ല പറയേണ്ടത്. അല്ല, ഗൈനക്കോളജിസ്റ്റിന്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡോക്ടർ അനിത, താങ്കൾ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണല്ലോ. ഇത്തരം നോക്കൂ, ഈ ലാബിന്റെ അവരുടെ വേർഷൻ ഇതാണ്. അവർക്ക് പരിമിതിയുണ്ട്. പക്ഷേ 2D ആണ്. അവർ 2Dയിലൊന്നും ക്ലാരിറ്റി ഇല്ല, വ്യക്തമല്ല. പക്ഷേ അവർക്ക് പരിശോധിക്കാവുന്ന ഒരു ദുസൂചന, ഒരു സൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലൂയിഡ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ്, അതിൽ ഈ പേപ്പറിൽ അത് മെൻഷൻ ചെയ്യണമായിരുന്നു. ആ ഡോക്ടർ അത് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറിന് മനസ്സിലാക്കണമായിരുന്നു കണ്ടീഷൻ മോശാവസ്ഥയിലേക്ക് പോകുന്നു എന്ന്. പ്രോപ്പറായ പരിശോധന വേണമായിരുന്നു. അല്ലെ വീണ്ടും എഴുതി കൊടുക്കണമായിരുന്നു. 3Dയോ 4Dയോ എന്താണ് വേണ്ടുന്ന വ്യക്തമായ രീതിയിൽ ക്ലാരിറ്റി വരുത്തണമായിരുന്നു. അവിടെ പിഴവ് ഗൈനക്കോളജിസ്റ്റിനും പറ്റിയിട്ടുണ്ടോ? ഫ്ലൂയിഡ് കൂടുതൽ ഇപ്പോൾ 7-ാം മാസത്തിൽ കണ്ടുപിടിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത്. 7-ാം മാസത്തിൽ ഫ്ലൂയിഡ് കൂടുന്നതിന് പല കാരണങ്ങളുണ്ട്. അബ്നോമാലിറ്റി അല്ല സാധാരണ കാരണം. സാധാരണയായിട്ട് വൈകല്യങ്ങൾ കൊണ്ടല്ല, ഷുഗർ കൂടുതലുള്ളത് കൊണ്ടാണ്. കുട്ടിക്ക് വലിപ്പം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലൂയിഡ് കൂടുതലുണ്ടാവും. അപ്പോൾ ആദ്യമേ തന്നെ ഒരു അംഗവൈകല്യം ഉണ്ടെന്ന്, ഫ്ലൂയിഡ് കൂടുതലുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് സംശയിക്കണമെന്നില്ല. വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 7-ാം മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയേ അല്ല. ഒരുപാട് വൈകിപ്പോയി. ഓൾറെഡി 22 ആഴ്ചയ്ക്ക് എങ്കിലും കണ്ടുപിടിച്ചാലേ നമുക്ക് എന്തെങ്കിലും അതിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വേറൊരു ഇതിനകത്ത് ഡിസ്കഷൻ ഉണ്ടായതിൽ മൾട്ടിപ്പിൾ പ്രോബ്ലം, ഒരുപാട് അംഗവൈകല്യം ഉള്ളതുകൊണ്ട് ആ കുട്ടിക്ക് ജനിതകമായിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ടാവാൻ നല്ല ഹൈ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെ എന്താ പറയുക, വയബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്, ജീവിച്ചിരിക്കാനുള്ള ഒരു സാധ്യതകൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കുമെന്നാണ് മെഡിക്കലി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും. അതിൽ ഒരുപാട് ഡോക്ടർ, ഒരു കാര്യം, അത്തരം പ്രശ്നങ്ങൾ നമുക്ക് നോക്കൂ. നമ്മൾ ഈ സാധാരണ ആളുകൾ ഈ സർക്കാർ ആശുപത്രിയിലേക്കൊക്കെ വരുമ്പോൾ, കാരണം ഈ അനീഷിന്റെ ഭാര്യ പറയുന്നുണ്ട്, വേണ്ട രീതിയിൽ പോലും അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇത്തരം അവസ്ഥയാണെങ്കിൽ അവരെ ഒന്ന് വിവരിച്ചു കൊടുക്കണം ഈ ഡോക്ടർ. കാരണം അവരൊക്കെ കൃത്യമായ ധാരണ, അനീഷ് സംസാരിക്കുമ്പോൾ അറിയാം അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ആ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. കൃത്യമായ ധാരണയുള്ള വ്യക്തിയാണ്. അപ്പോൾ അവരുടെ അവരെയൊക്കെ വിശ്വാസത്തിലെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു ഒരു ഡോക്ടർ. നമുക്കൊരു അതെ, നമ്മളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ എടുത്ത് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ഏകദേശം ഒരു 50 അല്ലെങ്കിൽ 100 പേഷ്യൻറ്റിനെ കാണുന്നുണ്ട് ഒരു ദിവസം. ഒരു പേഷ്യൻ്റെ അടുത്ത് എത്ര സമയം കിട്ടുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കണക്ക് കൂട്ടി നോക്കൂ. ഒരു പ്രൈവറ്റ് പ്രാക്ടീസിൽ ഇപ്പം ഞാൻ കാണുന്നത് ആകെ 10-20 പേഷ്യൻ്റാണ് മാക്സിമം. അപ്പം എനിക്ക് അരമണിക്കൂർ ചാൻസ് കിട്ടും. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആൾക്കാരെ മാഡം ഇപ്പൊ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാരെ ഹോസ്പിറ്റലുകളിൽ കാണുന്നുണ്ട്. മാഡം, ഈ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഹോസ്പിറ്റലിലല്ല മാഡം ഞാൻ പോകുന്നത്. ഡോക്ടറുടെ വീട്ടിൽ കൺസൾട്ടിങ് ഫീസ് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഈ ഷേർലി എന്ന് പറയുന്ന മാഡം 3 മണി തൊട്ട് കൺസൾട്ടിങ്ങിൽ ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഡോക്ടറുടെ വീട്ടിൽ പോയി ആണ് ഫീസ് കൊടുത്തിട്ടാണ്, ഡോക്ടറിന് സെപ്പറേറ്റ് ഫീസ് കൊടുത്തിട്ടാണ് ഞാൻ ഡോക്ടറിനെ കാണുന്നത്. ഈ ഡോക്ടർ അങ്ങനെ മാഡം ഇപ്പൊ പറഞ്ഞല്ലോ, ഞങ്ങൾ ഡോക്ടർമാരല്ലേ, സർക്കാർ ഡോക്ടർമാരല്ലേ, 50-100 പേരെ ഒരു ദിവസം നോക്കുന്നുണ്ട്. അത് അവിടെ മാഡം അവിടെ തെറ്റി. ഫുള്ള് റെസ്റ്റ് പറഞ്ഞിരിക്കുവോ എൻ്റെ വൈഫിന്. ഫുള്ള് റെസ്റ്റ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, ഞാനും എൻ്റെ വൈഫും കൂടെ. അന്ന് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് വരത്തില്ല. കാര്യം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറണമല്ലോ എന്ന് ഓർത്ത് വീട്ടിലോട്ട് വരാതെ ഡോക്ടറുടെ വീടിൻ്റെ വാതിക്കൽ 3 മണി വരെ വെയിറ്റ് ചെയ്തിട്ട് അവർ വന്ന് തുറക്കുമ്പോൾ 1-ാമത്തെയോ 2-ാമത്തെയോ 3-ാമത്തെയോ ആളായിട്ടാണ് ഞാൻ കാണുന്നത്. 200 രൂപ വെച്ച് ഫീസ് കൊടുത്തോണ്ട് അതിയായ വിഷമമുണ്ട്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഒരുപാട് കേസുള്ളതുകൊണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ ഒരുപാട് കേസുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻസ് വേണ്ടിയിരുന്നെങ്കിൽ തുടക്കത്തിലെ കാര്യത്തിൽ ഒരു കരുതലെടുക്കാമായിരുന്നു. അതുണ്ടായി. എനിക്കൊരു കാര്യം ഒന്ന് പറയാനുണ്ടായിരുന്നു, എനിക്ക് അതിനുള്ള ചാൻസ് തരുമോ? അനീഷ്, ഡോക്ടർ മണികുമാർ എന്തോ പറയുന്നുണ്ടോ? ഡോക്ടർ മണികുമാർ എന്താണ് ഇടപെട്ട? അനീഷ് ഇതിന് മുമ്പത്തെ ഒരു ഇതിൽ പറഞ്ഞായിരുന്നു, ഈ ഞങ്ങളുടെ ലാബിലെ റിപ്പോർട്ടുകൾ എല്ലാം കൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിൽ പോയപ്പോഴത്തേക്കും 20 മിനിറ്റ് കൊണ്ട് അവർ പറഞ്ഞു. അതിന്റെ അർത്ഥം നമ്മുടെ ലാബിലെ റിപ്പോർട്ടുകളിൽ ഒരു തെറ്റില്ല എന്നുള്ളതല്ലേ? അവിടെ റേഡിയോളജി അന്നേരം നിങ്ങളുടെ ലാബിലെ ടെസ്റ്റ് അവർ നോക്കിയിട്ട് ഈ ഫ്ലൂയിഡ് കൂടുതൽ ഉള്ളത് കൊണ്ടായിരിക്കാം, അവർ റേഡിയോളജിസ്റ്റ് നിങ്ങൾക്ക് WNCയിൽ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം ചിലപ്പം അവരങ്ങനെ പറഞ്ഞത്. ഇപ്പം മാഡം പറഞ്ഞല്ലോ, ഫ്ലൂയിഡ് 7-ാം മാസം തൊട്ട് ഫ്ലൂയിഡ് കൂടുവാണെന്നുണ്ടെങ്കിൽ മദറിന് ഷുഗർ ഉണ്ടാകും. എൻ്റെ വൈഫിന് യാതൊരുവിധ അസുഖവും ഇല്ല.
അല്ല, അതൊക്കെ നമ്മുടെ റേഡിയോളജിസ്റ്റ് ചോദിച്ചതല്ലേ, ഈ എന്തെങ്കിലും വൈഫിനോട് അസുഖം ചോദിച്ചതാണല്ലോ. വൈഫിനോട് ചോദിച്ചതാണ്, ഡയബറ്റിക് ഉണ്ടോ എന്ന് ചോദിച്ചതാണ്, ഇല്ലാന്ന് പറഞ്ഞു. ഞങ്ങള് ഇല്ലില്ല, ചോദിച്ചു തന്നെ റേഡിയോളജിസ്റ്റ് പറയുന്നുണ്ടായിരുന്നു. റേഡിയോളജിസ്റ്റ് അത് ചോദിച്ചതായിട്ട് തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. സാറിന്റെ എത്തിക്സ് 100% അനീഷ് ഒരു കാര്യം എന്തായാലും ശ്രീ മണികുമാർ ഇതിലൊരു വ്യക്തത വരണമെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അന്വേഷണം വേണം. മെഡിക്കൽ ടേംസ് ആണ് ഈ സംസാരിക്കുന്ന ശരിക്കും അന്വേഷിക്കുന്ന പോലീസ് അതിന് പൂർണ്ണമായ ഒരു ഗ്രാഹ്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഒരു മെഡിക്കൽ രൂപീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണത്തോട് മണികുമാർ സഹകരിക്കുമോ? ഡോക്ടർ മണികുമാർ സഹകരിക്കുമോ? 101% സഹകരിക്കും. 101% സഹകരിക്കും. കാരണം നമ്മൾ അതേ രീതിയിൽ നടത്തിക്കൊണ്ടുവന്ന 33 വർഷമായിട്ട് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. 100% ഞങ്ങൾ ഫുൾ സഹകരിക്കും. അപ്പോൾ ഡോക്ടർ അനിത, ഒരു കാര്യം കൂടി, ഈ കുഞ്ഞിന് വിദഗ്ധ ചികിത്സ നൽകാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിയുമോ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കുടുംബത്തിന്റെ പാവപ്പെട്ട സാധാരണക്കാരായ കുടുംബമാണ്. അനീഷിനെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കണം. അനീഷിനെ, ആ കുടുംബത്തെ, ആ കുഞ്ഞിനെയും ഒക്കെ. ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് അവരെ എത്രയും സഹായിക്കാൻ പറ്റുമെന്നോ അത്രയും സഹായിക്കണം. വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ചെക്കപ്പും ഒരു ജനറ്റിക് ടെസ്റ്റ്, ഈ കുട്ടിയുടെ ക്രോമസോം ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്താണ് ജനറ്റിക് പ്രോബ്ലം എന്ന് അറിയാൻ പറ്റും. പിന്നെ കറക്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നിയോനേറ്റോളജിസ്റ്റുകൾക്ക് തീരുമാനിച്ചതിന് ശേഷം എല്ലാവരും കൂടെ സഹകരിച്ച് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും വല്ലാത്ത അവസ്ഥയിലാണ് അനീഷ്. എന്തായാലും നമുക്ക് 10,000 രൂപയാണ് ജനറ്റിക് ടെസ്റ്റിന് പറഞ്ഞത്. ഒരു ദിവസം 800 രൂപ ശമ്പളക്കാരനായ ഞാൻ കഴിഞ്ഞ മാസം 30-ാം തീയതി തൊട്ട് നാളെ ഇതുവരെ ജോലിക്ക് പോകാതെ നിൽക്കുന്നു. ഞാൻ ലോൺ എടുത്താണ് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ലോണുകൾ പെൻഡിങ് ആയി. ഞാൻ അവിടുത്തെ ഡോക്ടറോട് പറഞ്ഞു, മാഡം എനിക്ക് മാർഗ്ഗമില്ല. ഞാൻ അവിടെ പോയി സൂപ്രണ്ടിനെ കണ്ടു. സൂപ്രണ്ട് പറഞ്ഞ് അങ്ങനെ ഒരു ടെസ്റ്റ് നമ്മളിവിടെ ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? അവര് പറയുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി. ഒരു കാര്യം വ്യക്തമായിരുന്നു. അന്ന് ഈ പറഞ്ഞ അനോമലി ടെസ്റ്റിന്റെ കൂടെ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ എന്തെങ്കിലും കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ അത് ടെസ്റ്റ് ചെയ്യാനുള്ള ചെയ്യേണ്ട ഒരു പാവപ്പെട്ട അല്ല, അത് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ മനുഷ്യനാണോ ആ ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിരുന്നു. നമ്മുടെ ഈ സിസ്റ്റമൊക്കെ 2024 ഓർക്കുകയാണ്. 2024 ഈ വർഷം 2024. വൈദ്യശാസ്ത്ര രംഗത്ത് പുരോഗതിയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന അതുകൊണ്ടാണ് സാറേ ഞാൻ പറഞ്ഞത്, അത് ടെസ്റ്റ് ചെയ്യേണ്ടതല്ലേ? 2024 ഇതേപോലെ അത്രയും മാത്രം ഉള്ളപ്പോ അതൊക്കെ ടെസ്റ്റ് ചെയ്യണ്ടേ? പരസ്പരം പഴിചാരി പാവപ്പെട്ട പരസ്പരം ആരെയും പഴിചാരുമല്ല, ഞാൻ കാര്യം പറഞ്ഞതാണ്. നമുക്ക് ഇതിനകത്ത് വളരെ സങ്കടമുണ്ട്. മെഡിക്കൽ നെഗ്ലിജൻസ് ഒരുപാട് കേൾക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും മാതൃഭൂമി ന്യൂസ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാറുമുണ്ട്. അങ്ങനെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാകുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രിയപ്പെട്ട അനീഷിനോട് പറയാനുള്ളത്, എന്തായാലും സംഭവിച്ചു. ആ കുഞ്ഞിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് ഈ സർക്കാർ, ഈ ആരോഗ്യവകുപ്പ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അനീഷിന് ഒപ്പം നിൽക്കണം, ആ കുടുംബത്തിനൊപ്പം നിൽക്കണം. ഒപ്പം ഈ മാതൃഭൂമി ന്യൂസിനെ കേൾക്കുന്ന നല്ലവരായ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ സുമനസ്സുകൾ ഉള്ളവർ ഈ കുടുംബത്തിനൊപ്പം ചേരുകയും ഐക്യദാർഢ്യവും പിന്തുണയും ഒക്കെ അറിയിക്കുകയും വേണം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കും.